ഫ്രണ്ട്സ്, ഞാനും ബംഗളൂരു ഒന്ന് പുറത്തുള്ള പരിപാടിയാണ്. വേറൊന്നുമല്ല, ഓക്ക് നല്ലപോലെ വിശക്കണ്. ഇപ്പം സമയം ഇവിടെ 12 മണി ആവാറായി, 11:48. വേറൊന്നുമല്ല, അവളിപ്പോൾ എറണാകുളത്തുനിന്ന് വന്നതേ ഉള്ളൂ. എന്നാലും ഇവിടെ ഇരുന്ന ചോറൊക്കെ ഞാൻ തിന്ന് തീർത്ത്. അവൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അന്നേരം പുറത്ത് പോയി ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞ്, അന്നേരം പുറത്ത് പോകാൻ വേണ്ടി തയ്യാറെടുക്കും. അല്ലേ, പോവാം. എന്തോ വേണ്ടേ? അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോവാം. കഥ തുടക്കി. തിന്നാൻ പോകുന്നവള് ലിപ്സ്റ്റിക് ഇടാൻ പോയേക്കുന്നു. എടി വാടി, അത് കഴുകിക്കളയുള്ളേടി. ദൈവമേ, ഇത് കണക്ക് തലതെറിച്ച പെങ്ങന്മാരുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാട്ടോ. എന്താ അവള് പറയാ, ലിപ്സ്റ്റിക് ഇട്ടാൽ എൻ്റെ മുഖത്തൊരു ഗുമ്മ് വരും, അല്ലാതെ ഒരു ഗുമ്മില്ലെന്ന്. അതെ, ഗുമ്മ് കാണിക്കാൻ പോവാ. കാണിച്ചടി ഗുമ്മ്. നമുക്ക് എല്ലാവർക്കും കാണാം അവളുടെ ഗുമ്മ്. ഇട് പാല, നീ ഇട്. എന്തുവാടി ഇത്? മേക്കപ്പ് സെറ്റോ സഞ്ചിയിലോ? അവൾക്ക് വയറ് വിശന്നിട്ട് അവള് ബസ്സിനകത്തിരുന്ന് കോപ്പി കോയിൻ തിന്നോണ്ടാ വന്നേ. അതെ, ആ മൃദുലമാം ചുണ്ടുകളിൽ ദുന്തുരു ദുന്തുരു ദുൻ. എടി, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ, രാത്രി പെങ്ങന്മാർ വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കാടിവെള്ളമെങ്കിലും കലക്കി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ട്. കരണ്ട് പോയി, സമാധാനമായി. നമുക്ക് വെളിയിലോട്ടിരിക്കാം. വെളിയിൽ മറ്റേ ബൾബുണ്ട്. പെങ്ങന്മാരുള്ള ആങ്ങളമാർ ഇതേ കണക്കുള്ള കോപ്രായങ്ങൾ, ഇതേ കണക്കുള്ള പണി ഇട്ടായിരിക്കണം, ഇതേ കണക്കുള്ള കോപ്രായങ്ങൾ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവളുമാർ വരുന്ന ദിവസം ഇച്ചിരി ചോറെങ്കിലും ബാക്കി വെച്ചേക്കണം. അതെ, ഫ്ലാഷ് ലൈറ്റ് അടിച്ചോണ്ടൊക്കെ വരുന്നത്. എടി, വണ്ടിയുടെ താക്കോല് ആണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് നോക്കാം. നമുക്ക് കുന്നിക്കോട് റിക്കാൻ്റെ കടയുണ്ട്, അവിടെ ഞാൻ പോയി രാത്രി കഴിക്കുന്നത്. ഇവളവിടെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? അല്ലല്ല, അതിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ അവിടോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുക. ഹോട്ടലിലെത്തി. നമ്മളെ കുന്നിക്കോട് തന്നെ ഒരു ഇക്കാൻ്റെ കടയാണ്. ഞാൻ കടയുടെ പേര് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. നല്ല കമ്പനികളിലൊക്കെയാണ് ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത്. ഇവളാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും അവൾക്ക് വിശക്കാൻ തോന്നിയതുകൊണ്ട് രാത്രി ഇക്കാക്ക് ഞങ്ങളുടെ വക ഒരു കച്ചവടമായി. കണ്ട, ഞങ്ങളുടെ ഫുഡ് വരുന്നുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കാം. ഇത് അവളുടെയാണ് പൊറോട്ട. നല്ലതാ, കഴിച്ചു കഴിച്ചു. ഇനിയിപ്പോൾ എൻ്റെ വരും. എനിക്കുള്ള ഫുഡും വന്നു. എനിക്ക് നെയ് റോസ്റ്റും ബീഫും. അവൾ കഴിച്ച് തീരാറായി. ഇനിയിപ്പം എൻ്റെ പരിപാടി തുടങ്ങട്ടെ. കടയുടെ ഓണർ ഇക്കയുടെ പേരെങ്ങനെയായിരുന്നു? ഷൗലിക്ക. നമ്മൾ ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത്. ഇത് നമ്മുടെ പത്തനാപുരത്തോട്ട് പോകുന്ന വഴിയിലാണ്. കുന്നിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. അവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നടി? ഫുഡ് മാത്രമല്ല, നമ്മുടെ ഇക്കായി നല്ല കമ്പനിയാണ്. കറക്റ്റ് അറിയത്തില്ലായിരുന്നു, അതാ ഞാൻ ഇക്കാന്നാ വിളിച്ചേ. അന്നേരം ഇന്നാണ് പേര് ചോദിക്കുന്നത്. അറിയായിരുന്നു, മറന്നുപോയതാ. അന്നേരം ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പം നമ്മുടെ ചെക്കനെയും കൊണ്ട് നേരെ വീട്ടിലോട്ട്. കാരണം ഇപ്പം തന്നെ സമയത്ത് റെഡി 12:30 രാവിലെ കുറച്ച് പണിയുണ്ട്. അന്നേരം കുറേ കാര്യങ്ങളുള്ള. അന്നേരം നേരെ വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. ഓക്കെ, ബായ്. ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഒരു ചെറിയ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.